വർഗീയത വളരുന്നതിന് തടസ്സം ലീഗ് തന്നെയാണ്. ലീഗിനെ പോലെ സാമുദായിക സൗഹാർദ്ദത്തിനും പരസ്പര ഐക്യത്തിനും സ്നേഹത്തിനും വേണ്ടി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. നിർണായക ഘട്ടങ്ങളിൽ മഹത്തായ മാതൃകാപരമായ സമീപനം സ്വീകരിക്കുന്ന പാർട്ടിയാണ് ലീഗ്. എന്നാൽ കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അകത്താമ്പ്. ഒരു ചടങ്ങിലും ഇനിയും നിലവിളക്ക് കൊടുത്തില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ്ബ്. തന്റെ മുൻഗാമികളായ CH ഇസ്ഹാഖ് കുരിക്കളും നിലവിളക്ക് കത്തിച്ചിരുന്നില്ല. ആ പാരമ്പര്യമാണ് താനും പിന്തുടരുന്നതെന്ന് അബ്ദുറബ്ബ് വിശദീകരിച്ചു. ഞാൻ എന്താണോ മുൻപ് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ തന്നെ ഇപ്പോഴും നിൽക്കുന്നു. എനിക്കതിൽ ഒറ്റപ്പെടുന്ന പ്രശ്നമില്ല. ഇനി ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ നിലവിളക്ക് കത്തിക്കില്ല, അത് ഉറപ്പാണ്. ലീഗിനെ കാലുവാരിയവരോട് പരലോകത്ത് കാണാമെന്ന് മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേൽ. ലീഗ് സ്ഥാനാർത്ഥിയെ കാലുവാരി തോൽപ്പിച്ചവർ പരലോകത്ത് കൈയും കെട്ടുമെന്ന് മറുപടി പറയേണ്ടി വരുമെന്ന് മുജീബ് പറഞ്ഞു. ഒരു സംശയക്കാര്യത്തിലില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ഭരിക്കുന്നത് MLA-മാരുടെയും മന്ത്രിമാരുടെയും എണ്ണം കൂട്ടാൻ മാത്രമായിരിക്കില്ല. നഷ്ടപ്പെട്ടു പോയ 9.5 കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചുപിടിച്ച് ആ സമുദായത്തിന് വകവെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. മതമല്ല പ്രശ്നം എന്നാ കേട്ടോ. ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം. അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. എന്നാൽ കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അകത്താമ്പ്. മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ നേതാവ് ലീഗിൽ ഇപ്പോൾ ഈ തവണത്തെ സ്ഥാനാർത്ഥിയാവാൻ പോകുന്ന നേതാവാണ്. പച്ച വർഗീയതയിലെ മക്കൾ എങ്ങനെയാ കൃത്യമായിട്ട് വർഗീയതയും മതവും രാഷ്ട്രീയത്തോട് ചേർത്ത് വയ്ക്കാൻ കഴിയുക? മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞത്, അല്ലാഹുവിന്റെ അടുക്കൽ അന്യമതക്കാരന് സ്ഥാനമില്ല, ഇവർ ചെകുത്താന്റെ കൂടെ ഉറങ്ങേണ്ടവരാണ്, അവർ സിറാത്തും പാലം കടക്കുകയില്ല, അതുകൊണ്ട് മുസ്ലിമായി എനിക്ക് വോട്ട് ചെയ്യണമെന്ന് ക്യാമ്പയിൻ നടത്തിയിരുന്നത് ഈ നേതാവിലെ. എങ്ങനെയാണ് ആലോചിച്ചു നോക്കി.